ഇതിൽ ദാണ്ട് ഈ നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ ആ ഒരു അതിർത്തിയിൽ കിടക്കുന്ന ബംഗ്ലാദേശിലെ സമ്പൂർണ്ണമായിട്ടുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ, മണ്ഡലങ്ങൾ പച്ചയടിച്ച് കിടക്കുന്നുണ്ടല്ലോ. ഇത് ഹരിതാവേം പച്ചപ്പൊന്നുമല്ല. അതായത് ജമാഅത്തെ ഇസ്ലാമി ജയിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി മൈ ഡിയർ ഫ്രണ്ട്സ് ആണ് ഇങ്ങോട്ടേക്ക് ചാടി ഇന്ത്യയിലേക്ക് കയറുന്നത്. ഉൾഫയായിട്ടും ഭീകരവാദികളായിട്ടൊക്കെ ഇവന്മാർ ഇന്ത്യയിലേക്ക് ചാടി കയറുന്നു. ഇവന്മാർ അവിടെ നിന്നും നമ്മുടെ രാജ്യത്ത് പല പല കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ബംഗാൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവന്മാരെ എല്ലാം ഒന്നും നോക്കണ്ട, അവിടെ നിന്ന് ചവിട്ടി നട്ടലൊടിച്ച് എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടേ മതിയാകൂ. അത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് കൃത്യമായി നമ്മുടെ നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെ SIR കൊണ്ടുവന്നു, പൗരത്വ നിയമം കൊണ്ടുവന്നു, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. SIR വഴി ഇവന്മാരെയൊക്കെ അടിച്ച് പുറത്താക്കുന്നു. പുറത്താകാത്തവന്മാർ പുറത്താകാൻ പേടിച്ച് എന്ത് ചെയ്യുന്നു? സ്വയം വെടിവെച്ച് ചാവുന്നു എന്ന് പറയുന്ന പോലെ അവന്മാർ കൂടും എടുത്ത് നേരെ സ്ഥലം വിടുന്നു. അപ്പോഴും നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നു? അനിയന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ പിടിച്ച് ഡിറ്റൻഷൻ സെൻറ്ററിലാക്കുന്നു. നീ പോകുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് വല്ലതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ, വല്ല കൊള്ളിവെപ്പും കൊലപാതകവും ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് അന്വേഷിക്കണമല്ലോ. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവന്മാരാണ്. ഇവന്മാരില്ലെങ്കിൽ മമത തീർന്ന്. അപ്പം മമത എന്ത് പറഞ്ഞു? SIR നിർത്തിവെക്കണം യുവർ ഓണർ എന്ന് വന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം കോടതി പറഞ്ഞു, മമതാജി